തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന CPIM-നുള്ളിൽ അണിയറയിൽ എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു രാഷ്ട്രീയ പുകിലാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് പുകയുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും കഴിഞ്ഞ LDF സർക്കാരിന്റെയും ദീർഘവീക്ഷണത്തിന്റെ വിജയമായി ചിത്രീകരിച്ച് വിഴിഞ്ഞം വാർത്തകൾ നൽകിയ പാർട്ടി മുഖപത്രം ദേശാഭിമാനിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് രംഗത്ത് വന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയം. കഴിഞ്ഞ ഭരണത്തിന്റെ നേട്ടങ്ങൾ വാഴ്ത്തിപ്പാടാൻ നോക്കിയ സ്വന്തം പത്രത്തിന്റെ ചെവിക്ക് പിടിച്ച് വാർത്തകൾ അപ്പാടെ കീറിയെറിയുന്ന തരത്തിലുള്ള കടുത്ത നിലപാടാണ് പാർട്ടി സെക്രട്ടറിയുടേത്. പിണറായി വിജയന്റെ പാർട്ടിക്കുള്ളിലെ സ്വാധീനത്തെ പോലും വകവെക്കാതെയുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ഇടപെടൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കൗതുകമുണർത്തിയിരിക്കുന്നു. എന്നാൽ ഈ വിവാദത്തിലേക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ കൂടി ആഞ്ഞടിച്ചതോടെ കഥയാകെ മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര കമ്പനിയായ MSC ടെർമിനൽ വരുമെന്ന കാര്യം ജൂൺ 5-ന് തന്നെ ദേശാഭിമാനി പത്രം അറിഞ്ഞിരുന്നുവെന്നും ഔദ്യോഗികമായി അതിന്റെ MD ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി പത്രം ഈ രഹസ്യം എങ്ങനെ അറിഞ്ഞുവെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പരിഹാസത്തോടെ ചോദിച്ചു. സത്യം മുൻകൂട്ടി അറിയാൻ ദേശാഭിമാനിക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്ന ആ സോഴ്സ് ഏതാണെന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി സതീശൻ CPIM-നെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചത്. വിഴിഞ്ഞ ഓഹരി കൈമാറ്റത്തിൽ അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷ പരിശോധിക്കാൻ സർക്കാർ ഇപ്പോൾ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കേരളത്തിന്റെ താൽപര്യം ബലികഴിച്ചുള്ള ഒരു തീരുമാനവും UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഈ കടുത്ത ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ദേശാഭിമാനിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് MV ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനത്തിൽ രംഗത്തെത്തിയത്. വിഴിഞ്ഞം തുറമുഖ വാർത്ത ദേശാഭിമാനിയിൽ വരാൻ പാടില്ലായിരുന്നു. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി വേണമായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ. ആ വാർത്തയെ ഒട്ടും ന്യായീകരിക്കുന്നില്ല. ഇത് ഗോവിന്ദൻ മാസ്റ്റർക്ക് പരസ്യമായി പറയേണ്ടി വന്നു. സംസ്ഥാന സർക്കാർ ഈ വൻകിട പദ്ധതിയെ സ്വകാര്യ കമ്പനിക്ക് അടിയറവ് വെക്കുന്നതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നതെന്നും വിഴിഞ്ഞത്തെ കള്ളക്കളികൾ മുഖ്യമന്ത്രി VD സതീശന്റെ വാർത്താ സമ്മേളനത്തോടെ കൂടുതൽ വ്യക്തമായെന്നും അദ്ദേഹം ആരോപിച്ചു. പാർട്ടി സെക്രട്ടറിയുടെ ഈ ഡോസ് കൂടിയായപ്പോൾ ദേശാഭിമാനി ഒരൊറ്റ ദിവസം കൊണ്ട് തങ്ങളുടെ നിലപാട് മാറ്റി മലക്കം മറിയുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ഇന്നലെ വിഴിഞ്ഞം പദ്ധതിയെ വാനോളം പുകഴ്ത്തിയ പത്രം തൊട്ടടുത്ത ദിവസം തങ്ങൾ പറഞ്ഞതെല്ലാം വിഴുങ്ങി തികച്ചും വിപരീതമായ നിലപാടിലേക്ക് മാറി. ഒരേ വിഷയത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരേ പത്രത്തിന് 2 വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്ന ഈ ദുരവസ്ഥയും അതിന്മേൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നടത്തിയ കടന്നാക്രമണവും കൂടി ആയപ്പോൾ വിഴിഞ്ഞം വിഷയത്തിൽ CPIM-നകത്തുള്ള ആഭ്യന്തര ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ അങ്ങാടിപ്പാട്ടായി മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ തെറ്റും വരും. അതുകൊണ്ട് അറിയാം ചർച്ച നടത്തിയിട്ടുണ്ടാവും. ചർച്ച നടത്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചർച്ച നടത്താതെ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം മാറുന്നു MSC ഉൾപ്പെടെയുള്ള അത്തരം അതെങ്ങനെയാണ് കൈവശപ്പെടുത്താനാവുക എന്നുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ തുടർച്ചയിലാണ് ഈ സംഭാഷണം ചർച്ചയൊക്കെ വന്നത്. ചർച്ച വന്നു കഴിഞ്ഞാൽ 25%-ലധികം ഷെയർ, അതിന് കുറവായ ഷെയർ കിട്ടാൻ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് തന്നെ സമ്മതമുണ്ടാകും. അദാനിയുടെ കയ്യിലുള്ള ഷെയറിൻ്റെ 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നയപരമായ പ്രശ്നം ഗവൺമെൻറ് അറിയണം എന്ന് വരുന്നത്. ഗവൺമെൻറ് അറിയാതെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. എപ്പോൾ ചർച്ച ചെയ്തുള്ളതിനേക്കാളും ഗവൺമെൻറ് അറിയാതെ എങ്ങനെയാണിത് നമ്മുടെ കേന്ദ്ര സംവിധാനത്തിലേക്ക് ഉൾപ്പെടെ പോയി. അത് 31-ാം തീയതി പോയി, 29-ന് പോയി, 30-ാം തീയതി അവരുടെ മുമ്പിൽ ആ കാര്യം എത്തിക്കുകയും അതിൻ്റെ വാർത്ത പുറത്തു വരികയും അത് വാങ്ങിയേക്കുമെന്നുള്ള വാർത്ത മറ്റ് പത്രങ്ങളിൽ വന്ന വാർത്തയുടെ ഭാഗമായിട്ട് വന്നെയാണത്. അതുകൊണ്ട് മാതൃഭൂമി അതാണ് 2 പത്രത്തിനെ പറ്റി പറഞ്ഞല്ലോ ഞാൻ. മാതൃഭൂമി പത്രത്തിലാണ് അതിൻ്റെ മുമ്പ് വന്നത് 3-ാം തീയതി. 1-ാം തീയതി പത്രമാണ് വന്നത്. അതിന് ശേഷമാണ് 5-ാം തീയതി പിന്നെ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ മനസ്സിലാവാതിരുന്നത്? അല്ല, ഞാൻ ചോദിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഇത് മനസ്സിലാവാതിരുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്, മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്ന് പറയുന്നതിൽ വല്ല ശരിയുണ്ടോ? ഉണ്ട്. ദേശാഭിമാനി അടക്കം വാർത്തകളൊന്നും അല്ല പറഞ്ഞത്. ദേശാഭിമാനി വന്ന വാർത്തയെ പറ്റിയാണ് പറഞ്ഞത്. ദേശാഭിമാനി വരുന്നതിന് മുമ്പ് മറ്റ് പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കൃത്യതയോടുകൂടി തീയതി വെച്ച് പറഞ്ഞത്. ദേശാഭിമാനി വന്നു. ദേശാഭിമാനി വരാൻ പാടില്ല. അതിനെന്താ
ഞങ്ങൾ അന്ന് വാങ്ങിയിട്ട് ഇന്ന് വാങ്ങിയിട്ട് ബാക്കി പത്രത്തിൽ എന്തെല്ലാം വരിക ചിലപ്പോൾ തെറ്റും വരും അത് കണ്ടാൽ തന്നെ കൂടുതൽ ശരിയൊന്നുമില്ല. അത് മനോരമക്കാണ് കൂടുതൽ തെറ്റിയത്. നിരന്തരം തെറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. അതായത് അതിൻ്റെ സൂക്ഷ്മാംശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത വരുമ്പോൾ ഭാവിയിൽ വരാനിടയുള്ള കാര്യം ഗൗരവപൂർവ്വം ദേശാഭിമാനി കാണണമായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഈ കാര്യം.